അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല അടിപൊളി ആപ്പിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ വെച്ച് നമുക്കൊരു ജ്യൂസ് അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആപ്പിൾ അച്ചാർ. ഗ്രീൻ ആപ്പിളും അല്ല, റെഡ് ആപ്പിളും അല്ല, ഇതിലെല്ലാം കൂടെ ഒരു മിക്സ് ആയ സംഭവം. നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല പുളിയുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല മധുരമുള്ളത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള. അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പരിപാടി അതാണ്. നമ്മുടെ കൽച്ചട്ടിയിലാണ് നമ്മൾ അച്ചാർ എപ്പോഴും റെഡിയാക്കുന്നത്. അപ്പൊ നമുക്ക് കടുക് പൊട്ടിച്ചങ്ങോട്ട് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാം. അപ്പൊ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുകിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് പൊട്ടി റെഡിയാകട്ടെ. ഇളക്കി കൊടുക്കാം. സംഭവം നല്ല എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ഇപ്പൊ ഗ്രീൻ ആപ്പിൾ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഏത് ആപ്പിൾ വെച്ച് നമുക്ക് ഈ സംഭവം റെഡിയാക്കി എടുക്കാം. അതെ, ഗ്രീൻ ആപ്പിളിനൊക്കെ ഭയങ്കര വിലയല്ലേ, നമ്മുടെ സാധാരണ ആപ്പിളാണ്. അത് തന്നെ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഇത് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ തൊലി കളയാതെ നന്നായിട്ട് കഴുകി മുറിച്ചെടുക്കണം. പിന്നെ ഈ ആപ്പിള് കുറെ നേരം ഇരിക്കുമ്പോഴേ അത് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആപ്പിള് ഇതുണ്ടല്ലേ, മുറിച്ച് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും കളർ ഇച്ചിരി വ്യത്യാസം വരും. അതന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയാക്കി. നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. തിരുമാല നമുക്ക് അങ്ങോട്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ഇട്. നമ്മളിത് ഈ അച്ചാർ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, ഈ മുളകിനുണ്ടല്ലോ അത്യാവശ്യം നല്ല തൊലിക്കട്ടിയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി നമ്മളൊരു ടേബിൾ സ്പൂണിന് അത്രേ ഉള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇവനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അടുത്ത സാധനത്തിൽ നമുക്ക് ഇത് നമ്മൾ ഒരു തുടം നമ്മുടെ വെളുത്തുള്ളി ഉണ്ട്. അത് നമ്മൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ചെറിയ പീസുകളൊന്നും ആക്കിയേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതേപോലെ നല്ല വലിയ സാധനമാണ്, പൊളിക്കാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അത് കാരണം. ഇനി നമ്മുടെ അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകാണ്. ഇത് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാ, 3 എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ ഒരു പച്ച ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് മാറണം. അതാണ് നമ്മുടെ ഇതിന്റെ ഉള്ള വെള്ളത്തിന്റെ അംശം എല്ലാം പോകണം. ഒരു ദിവസത്തേക്കല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴുക്കായി പോകും. നമ്മളെ അച്ചാറിനുള്ള എണ്ണയാണല്ലോ, ഈ സൺഫ്ലവർ ഓയിൽ ചെയ്താലുണ്ടല്ലോ നല്ലതാണ്, അത് കേടാവത്തൊന്നുമില്ല അച്ചാറ്. പിന്നെ നമ്മളെ അച്ചാർ ഉണ്ടാക്കിയിട്ടേ അന്നേ ദിവസം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് സെറ്റ് ആയിട്ട് അതിന്റെ ഉപ്പും പുളിയും കാര്യങ്ങളെല്ലാം ഒന്ന് പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലെണ്ണയ്ക്കകത്തല്ലേ, പക്ഷെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയോ, സൺഫ്ലവർ ഓയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും, വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതെല്ലാം പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. അപ്പൊ അതിനകത്ത് കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ അല്ലാതെ വെളിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് നല്ലത്. അല്ലാതെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് കുറച്ച് ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഏതാണേലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി ആരോഗ്യ ടേസ്റ്റാണ്, എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇതിന്റെ എല്ലാം വറ്റേണ്ടതാണ്. ചില സമയത്ത് നമ്മൾ ഈ കറിവേപ്പില വാങ്ങി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ ഡ്രൈ വെക്കും. അപ്പൊ നമ്മുടെ സാധനങ്ങളുടെയൊക്കെ ഇതെല്ലാം റെഡി. അപ്പൊ നമുക്ക് പൊടി ഐറ്റം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലും കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ കൽച്ചട്ടി ആയതുകൊണ്ടല്ലോ ഭയങ്കര ചൂടായിരിക്കും. അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അലുമിനിയം ഒഴിച്ചിട്ട് കേട്ടോ, അലുമിനിയം ഇരുമ്പ് വേണ്ട. കാര്യം പുളി വരുമ്പോഴത്തേക്കുണ്ട് ഇത് ഏറ്റവും നല്ല കൽച്ചട്ടി തന്നെയാണ്, ഏറ്റവും നല്ലത്. അതിന് യാതൊരു റിയാക്ഷനോ പ്രശ്നമോ ചൂടാട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഉയർത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ.
അപ്പൊ ഈ പൊടിയുടെ ഒക്കെ ഉണ്ടല്ലോ ആ പച്ചമണം മാറി കഴിഞ്ഞാല് നമ്മൾ അടുത്ത സാധനങ്ങൾ ചേർത്ത്. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും, അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള എരിവ് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു പച്ചമുളക് നല്ല എരിയുള്ള അതുകൊണ്ട് നമ്മള് അധികം മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് നമുക്കിനി നമ്മുടെ ആപ്പിൾ ചേർത്ത് കിട്ടും. അപ്പൊ ഇനിയും നമ്മുടെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യണം. ഇതിപ്പോ ഒരു മീഡിയം വലിപ്പത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ ആപ്പിൾ ആയതുകൊണ്ടുണ്ടല്ലോ അങ്ങ് അലുത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു സുഖം കാണത്തില്ലോ, പെട്ടെന്ന് അലുത്ത് പോകുമല്ലോ. അതുകൊണ്ട് ഇച്ചിരി വലുപ്പത്തില് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്കിനി ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ റെഡിയാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇളക്കി റെഡിയാക്കണം. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ആപ്പിള് നമ്മൾക്ക് അധികം വെന്ത് കിട്ടണ്ട, വേഗാതെ നമുക്ക് എടുക്കാം. വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതെ, കുഴഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും നമുക്ക് ഒരു സുഖം കാണാം. ഇപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അത് മതി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലായിടത്തും ഒരു ഈ ആപ്പിളിന്റെ എല്ലായിടത്തും നമ്മുടെ ഗ്രേവി അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഒന്ന് കൂട്ടിക്കോട്ടെ കേട്ടോ. അപ്പോഴേ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. കാര്യം നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അച്ചാറിൻ്റെ മേമ്പൊടി എന്ന് പറയുന്ന സാധനം കായപ്പൊടിയാണ്. കായപ്പൊടി ഇല്ലാതെ നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. പിന്നെ നമ്മളുണ്ടല്ലോ അത്യാവശ്യം പുളി നമ്മുടെ എന്താ പറയുന്ന ആപ്പിളിനുണ്ട്, എങ്കിലും കുറച്ചുകൂടെ പുളി വേണം. അതിനുവേണ്ടി നമ്മളിത് വിനാഗിരി 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിളിന്റെ പുളി അനുസരിച്ച് മാത്രമേ ചേർക്കാവൂ. കൂടുതൽ പുളിയുള്ളതാണെങ്കിൽ അത് കുറയ്ക്കുക, മധുരം കൂടുതലാണെങ്കിൽ ഇച്ചിരി. അതെ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അച്ചാറിടാനായിട്ട് ആപ്പിൾ വാങ്ങിക്കുമ്പോഴല്ലോ ഒരുപാട് പഴുത്തത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മീഡിയം പഴുപ്പുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാണല്ലോ അതിന് ഒരു സ്വാഭാവികമായ പുളിയും കിട്ടും, അധികം അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. ഒത്തിരി പഴുത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ അങ്ങ് ഇതിപ്പോ നമ്മുടെ ഇത് ആപ്പിള് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാവുന്നതാണ്. മാത്രമല്ല നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളങ്ങനെ തിളപ്പിച്ചൊന്നും എടുക്കുന്നില്ല, അല്ലാതെ തന്നെ വിനാഗിരി ഒഴിച്ച് നമ്മള് സ്റ്റൗ നിർത്തി സംഭവം സെറ്റായി. അപ്പം അത്യാവശ്യം കിരുന്നായിട്ടുള്ള, അതായത് എന്താ പറയുന്ന പഴുക്കാത്ത അതുപോലത്തെ നമുക്ക് മാർക്കറ്റിൽ ചെന്നാൽ കിട്ടുമല്ലോ സംഭവം. അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഈ സംഭവം ചെയ്തു. നല്ല അടിപൊളി സാധനമാണ്. മധുരം, ഉപ്പ്, പുളി എല്ലാം കൂടെ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു കിടുക്കാച്ചി സാധനം, ഒരു അടിപൊളി സാധനം തന്നെ. അപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ലേ, അപ്പൊ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലായിടത്തും ആപ്പിളൊക്കെ വരാൻ തുടങ്ങി. ആപ്പിൾ ഓറഞ്ചിന്റെ ഒക്കെ സീസണായി, തണുപ്പ് വന്നല്ലേ, ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതെ, പണ്ടൊക്കെ എല്ലാവരും സീസണിലുള്ള ആ ഫ്രൂട്ടുകൾ വാങ്ങി ഓരോന്ന് ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആപ്പിളിന്റെ സീസൺ ഇല്ലാത്തപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അതെ, തണുപ്പ് കാലത്ത് വരുന്ന ചില സാധനങ്ങൾ ഇതൊക്കെ, ഈ ആപ്പിള് ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ എന്തായാലും വാങ്ങിച്ചിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയോ. അടിപൊളി സാധനം. ഗ്രീൻ ആപ്പിൾ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാരണ ആപ്പിൾ വെച്ചും ചെയ്യാം. സാധാരണ ആപ്പിളാണ്, അധികം പഴുക്കരുത് എന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി. അതായത് പഴുത്തത് ഒരുപാട് നമ്മുടെ മറ്റേ ചുമന്ന ആപ്പിളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വിലയും കൂടുതല, നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല. അപ്പം അതുപോലെ പഴുക്കാത്ത സാധനം മേടിച്ചിട്ട് ചെയ്തു. സംഭവം നല്ല കിടുക്കാച്ച സാധനമാണ്, അടിപൊളി സാധനമാണ്. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക. പിന്നെ വേറെന്താ പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വായി നോക്കിയിരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി റെഡിയാക്കി വെച്ചിട്ട് വെക്കും. അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലത്തെ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വരും. അപ്പൊ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ കാണാൻ പറ്റും, നമ്മുടെ റെസിപ്പിയൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, ഈ വീഡിയോ അത് തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് അറിയാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുമല്ലോ, അറിയാവുന്നവരും കാണും. അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.